ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എൻ്റെ ഗാർഡനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉള്ളിവടേൻ്റെ റെസിപ്പിയും അതുപോലെ ഒരു ചെറിയ ഷോപ്പിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അന്ന് ഞാൻ 4 മണി ചായക്ക് ഉള്ളിവടയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് കണ്ടു നോക്കാം. ഉള്ളിവടയ്ക്ക് വേണ്ട സവാള ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മൈദ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നോക്കുകയാണ്. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് ഉള്ളിവട അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുത്ത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഉള്ളിവടൻ്റെ ഷേപ്പ് ആക്കാൻ പറ്റുന്ന വിധത്തിൽ ആയിട്ടില്ലെങ്കിൽ വീണ്ടും മൈദയും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈയൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കൈയൊന്ന് വെള്ളത്തിൽ തൊട്ട ശേഷം നമുക്കിതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു സൈഡ് ആയി വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളുടെ ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതും കൂടി കഴുകി വെച്ച് പിന്നെ എൻ്റെ ചായയുടെയും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ മക്കളൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരാൾ അപ്പുറത്ത് അകത്ത് അക്വേറിയത്തിലെ വെള്ളമൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ അക്വേറിയത്തിലെ വെള്ളമൊക്കെ ഈ ഒരു സമയത്ത് മാറ്റുകയാണെങ്കിൽ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. പൂവിടാനും അതുപോലെ ചെടി പെട്ടെന്ന് വളരാനൊക്കെ നല്ല വളമയാണ് അക്വേറിയത്തിലെ വെള്ളം. അപ്പോൾ അതാണ് ഞാൻ അധികം ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുള്ളത്. പിന്നെ കുറച്ച് പഴയ ചട്ടികളൊക്കെ ഉണ്ട്. അത് കഴുകി വെച്ചിട്ട് ഇപ്പോൾ അതിൽ പുതിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്ന പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നനയ്ക്കാനുള്ളതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കട്ടെ. ഇൻഡോറിലുള്ളതൊക്കെ ആദ്യം ഒന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് 2 ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഒന്നങ്ങ് നനച്ച് കൊടുക്കട്ടെ. പിന്നെ ലിവിങ് റൂമിലെ ജനാലിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ സെറ്റിയുടെ കോർണറിലായിട്ട് ഇതുപോലെ ഒരു സ്നേക്ക് പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് പെബിൾസിൻ്റെ ഇടയിൽ ഈ ഒരു ഗ്രീന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിൽ ഞാൻ വൈറ്റ് പെബിൾസ് നിറച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ കുറച്ച് പഴയ ചട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ചട്ടിക്കടിക്കാൻ പെയിൻറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുപാട് കാലമായിട്ടോ. ഇപ്പോൾ ഇത് കട്ട പിടിച്ചിട്ടൊന്നുമില്ല, എന്തായാലും ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ആദ്യം. ഇനി ഇതിലേക്ക് ഇതൊന്ന് കുറച്ച് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കട്ടെ. പെയിൻറ്റ് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടെർപ്പൻറ്റൈൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ അല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ എനിക്ക് പെയിൻറ് ചെയ്ത് അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. എന്നാലും എനിക്ക് കഴിയുന്ന വിധത്തിലൊക്കെ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒഴിഞ്ഞ ചട്ടിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ് ചെയ്തെടുക്കാമായിരുന്നു. ഇതിപ്പോൾ ചെടി നിറച്ച ചട്ടിയായതുകൊണ്ട് മണ്ണിൻ്റെ വെയിറ്റും കൊണ്ടൊന്നും നമുക്കത് ചെരിച്ച് പിടിക്കാനൊന്നൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചട്ടി അവിടെ തന്നെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നിന്നിട്ട് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ഒരു ചട്ടി അങ്ങനെ ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തു. ഇനി ബോഗൺവില്ലൊക്കെ വെച്ച കുറച്ച് ചട്ടികളും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അതിൽ കുറച്ച് വലിയ ചെടിയായതുകൊണ്ട് നല്ല വെയിറ്റും ഉണ്ട്, എങ്ങോട്ട് മാറ്റി വെക്കാനും പറ്റില്ല. അപ്പോൾ മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവൾ പെയിൻറ് ചെയ്തോളാം പറഞ്ഞ് തിരക്ക് വിടുകയാണ്. ഞാൻ തന്നെ ഇപ്പോൾ ആകെ പെയിൻറ്റിൽ കുളിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവളെ അടുത്തും കൂടെ കൊടുത്താൽ പണിയാവും. അപ്പോൾ മോനെ അപ്പോഴേക്കും അക്വേറിയത്തിലെ വെള്ളമൊക്കെ മാറ്റി അതൊക്കെ ബക്കറ്റിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവൻ ചട്ടികളോട് പെയിൻറ്റിംഗ് ഒന്നും ഇന്ന് നടക്കുമെന്ന് തോന്നണില്ല. കാരണം ഇനി ഒരുപാട് ചട്ടികളൊക്കെ കഴുകാനുണ്ട്. ചട്ടിയിലൊക്കെ മണ്ണായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകിയതിന് ശേഷം വേണം പെയിൻറ് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മോന് ഒഴിവുള്ള ദിവസം അന്ന് അവന് കുറേ ചട്ടികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ബോഗൺവില്ലൊക്കെ വെച്ച ചട്ടികളൊക്കെ കുറേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി മഞ്ചേരിയിലൊന്ന് പോകാനും ഉണ്ട്. അപ്പോൾ ഇനി അകത്തേക്ക് കയറി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വേണം പോവാൻ. അപ്പോൾ ഇപ്പോൾ സമയം 6:30 മണിയായി. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ മഞ്ചേരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് നാളായി ഞാനൊരു ജ്യൂസർ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ മഞ്ചേരി ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസർ നോക്കാനായിട്ട് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടുന്ന് ജ്യൂസറും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള ജ്യൂസർ. സുജാത പറഞ്ഞ കമ്പനിയുടെ ജ്യൂസറാണ്. അപ്പോൾ ഇതിൽ ഫ്രഷ് ജ്യൂസ് എടുക്കാനുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ ഇതിന് ജാറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് അതുപോലെ പൈനാപ്പിളൊക്കെ ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്രഷ് ജ്യൂസ് ഈ ഒരു ഇതിലൂടെ വരും. അപ്പോൾ ജ്യൂസ് മാത്രം അപ്പുറത്തെ സൈഡിലൂടെയും പിന്നെ വേസ്റ്റ് ഈ ഒരു ബോക്സിലേക്കാണ് വരിക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 3 ജാറുകളും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ജാറാണ് ജ്യൂസൊക്കെ അടിക്കാനുള്ള. അപ്പോൾ നമുക്ക് ഷെയ്ക്കൊക്കെ അടിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെയാണിത് അഴിച്ചെടുക്കുന്നത്. ഈ ഒരു 2 സൈഡിലും ഇതുപോലൊരു ക്ലിപ്പ് ഉണ്ട്. അത് എടുത്താൽ ഇതുപോലെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് പൊടിക്കാനൊക്കെ ഉള്ള ജാറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതുപോലെ ചെറിയൊരു ജാറും കൂടെ വരുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ആ വലിയ ജാറിൻ്റെ ഉള്ളിൽ ഈ ഒരു അരിപ്പയും കൂടെ വെച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നടുക്കുള്ള ഭാഗത്താവും തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ അപ്പോൾ നമുക്ക് മിക്സിയുടെ ആ ഒരു ഉപയോഗം നടക്കും. പിന്നെ നമുക്ക് അത് ഊരിയെടുത്തിട്ട് ഫ്രഷ് ജ്യൂസ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബ്രഷും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ജ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഉപയോഗവും നടക്കും. ഫ്രഷ് ജ്യൂസ് വേണമെങ്കിൽ അതും എടുക്കാം. അതല്ല നമുക്ക് മിക്സിയുടെ ഉപയോഗം വേണമെങ്കിലും അങ്ങനെയും നടക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് മിക്സി ആയിട്ട് മാത്രം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അഴിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് എടുക്കണം എന്നുള്ള സമയത്ത് ഇത് എടുത്ത് വെച്ചാൽ മതി.
പിന്നെ നമ്മളിത് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സിനേക്കാളും കുറച്ചും കൂടി ഒരു പവർ കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്